അവിടെ പറഞ്ഞത് വല്ലതും ഉള്ളതാണോ? നിന്നെ ഒരുത്തൻ കയറി പിടിച്ചെന്നുള്ളത് പറയടി. ഈ കണ്ണി കണ്ടവന്മാരെല്ലാം നിന്റെ പുറകെ നടക്കുന്നത് എന്തിനാ? എന്നെ കണ്ട സിംഗിൾ ആണെന്ന് തോന്നിയിട്ടാവും. ചർമ്മം കണ്ട പ്രായം തോന്നാത്തത് എന്റെ കുഴപ്പമാണോ? നിന്റെ വായിൽ എന്താ പഴമായിരുന്നോ? നീ എന്തിനാണ് പിന്നെ ഈ കോപ്പ് കഴുത്തിലിട്ടോണ്ട് നടക്കുന്നേ? എടുത്ത് കാണിച്ചുകൂടായിരുന്നോ? ഓ, ഇതിനൊക്കെ വില ഉണ്ടായിരുന്നു. നിന്റെ ചുണ്ടിൽ നിന്ന് ബ്ലഡ് വന്നെന്ന് പറഞ്ഞിട്ട് ചുണ്ടില് മുറിവൊന്നും കാണുന്നില്ലല്ലോ. പറയടി. കിസ് നടന്നിട്ടില്ല, അത് പാറ കുറിച്ച് കൂട്ടി പറഞ്ഞതാ. ബട്ട് കേറി പിടിച്ചെന്നുള്ളത് നേരാ. ഇവനെ നോക്കി പേടിപ്പിക്കാതെ മനുഷ്യ. മാറി, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നിൽക്ക്. ഏതാവൻ? ഏതവൻ? നിന്റെ കേറി പിടിച്ച മറ്റവൻ. എന്റെ നീലിയെ പാറു നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഓ, ഇനിയിപ്പോ ആര് പറയും? നട്ടല്ലോ നീലിയെ. ആരാടി അപ്പന്ന മോൻ? അത് ഓഫീസിലെ MD. ഞാൻ പോവാ, എല്ലാരും അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാത്തിടത്തോളം കാലം ഈ കഴുത്തിൽ കിടക്കുന്ന ഈ ചരടിന് വിലയുമുണ്ട്. നീ സിംഗിളുമല്ല, മനസ്സിലായോ? മനസ്സിലായി. എന്റെ കൈ വേദനിക്കുന്നു. കൈ വിട. സച്ചു, നിന്നെ വല്ലാതെ ഉപദ്രവിച്ചോ പന്ന മോൻ? സച്ചു എന്റെ കൈ. വേദനിക്കുന്നു. സച്ചു, എന്താ ഇവിടെ? സച്ചി, അവളുടെ കയ്യിന്ന് വിട്. നിനക്ക് എന്ത് പറ്റി? ഞാനിപ്പോ മുറിവ് വെച്ച് കെട്ടിയ ആ കയ്യല്ലേ ഇത്? വീണ്ടും ബ്ലീഡിങ് ആയല്ലോ. നിനക്ക് എന്താ പറ്റിയേ? എന്താ ഉണ്ടായേ? എന്താ അവൻ അങ്ങനെ നിന്നോട് ബിഹേവ് ചെയ്തത്? അത് സച്ചു ചോദിക്കായിരുന്നു ആരാണ് എന്നെ ഉപദ്രവിച്ചതെന്ന്. ദൈവമേ, എന്നിട്ട് നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞു. എന്റെ കൈ വിടുന്നില്ലായിരുന്നു. വേണ്ടായിരുന്നു. അവന്റെ സ്വഭാവം അറിയാവുന്നതല്ലേ. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമാവും. അങ്ങനൊന്നും ഉണ്ടാവില്ല സായിയേട്ടാ. അവൻ എന്നോട് പഴയ ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ പേടിക്കേണ്ടതുള്ളൂ. ഇഷ്ടമില്ലെന്നോ? പിന്നെ ഞങ്ങളിപ്പോ ഇവിടെ കണ്ടതോ? തന്നെ ഡിവോഴ്സ് ചെയ്യാത്തിടത്തോളം സച്ചിയുടെ ഭാര്യ പദവി തന്നെയാണ് തനിക്ക്. അതിന്റെ ആൻസറാണ് ഇപ്പോ അവൻ ഇവിടെ ഈ കാണിച്ചു കൂട്ടിയതല്ല. അവന് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ
അവന്റെ ആ കയ്യിലെ മുറിവ് തന്നെ ധാരാളം. അനിക, തന്റെ ഈ ചെറിയ പ്രായവും പക്വതക്കുറവാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇത്രയേറെ വലുതാവാൻ കാരണം. താൻ ഇപ്പോഴും അവനെ മനസ്സിലാക്കിയിട്ടില്ല. എന്ത് മനസ്സിലാക്കിയില്ലെന്നാ? ഞാൻ എത്ര ശ്രമിക്കുന്നുണ്ടെന്ന് സായേട്ടന് കണ്ടതല്ലേ? അതെല്ലാം ശരി തന്നെ, താൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ബട്ട് നീ ഇപ്പോഴും സച്ചിന്റെ സൈഡ് കണ്ടില്ലെന്നേ ഞാൻ പറയൂ. അവൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവന്റെ സ്നേഹം ജലസിയുടെ രൂപത്തിലാണ് പലപ്പോഴും പ്രകടമാവുക. അതാണ് നീ മിസ് ചെയ്തത്. എന്നാലും ഒരെന്നാലും ഇല്ല. ഇനി അവനോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കെയർഫുൾ ആയിരിക്കണം. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഒരുത്തനവൻ. നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. എന്നിട്ട് എന്നിട്ട് ഈ സ്നേഹമൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ. എനിക്ക് എന്ത് ആഗ്രഹമുണ്ടെന്നോ? അവൻ തരും. അവന്റെ മനസ്സ് നിറയെ നിന്നോടുള്ള സ്നേഹമാ. കറക്റ്റ് സമയമാവുമ്പോ അതെല്ലാം അവൻ നിനക്ക് തരും. നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക. അങ്ങനൊന്നും നിന്നെ കണ്ടില്ലെന്ന് വെക്കാൻ അവന് പറ്റില്ല. നിന്റെ സാമീപ്യം അവൻ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരു ടെൻഷനും വേണ്ട. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. സായേട്ടാ, സച്ചുവിന്റെ കയ്യിലെ മുറിവ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. സമാധാനായിട്ട് പോയി വാ. എന്നാലും എന്നെ സമ്മതിക്കണം. എന്തൊരു ഐഡിയക്കാരിയാണ് ഞാൻ. ദേ, മിണ്ടാതിരുന്നോ? നീ അവന്റെ കൈ കണ്ടായിരുന്നോ? അത് നിന്നോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണല്ലോ. ഈ ഷാജഹാൻ മുംതാസിന് താജ്മഹൽ പണിതതുപോലെ. അവളുടെ ഒരു ഷാജഹാൻ. പാപം, അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. എന്നാ നീ പോയി തടകി കൊടുക്കും. തടകൂടി ഞാൻ തടകും. പക്ഷെ എന്നെ അവൻ അടുപ്പിക്കുന്നില്ലല്ലോ. അപ്പോ ഇന്ന് ഞങ്ങള് കണ്ടതോ? അത് അവന് ദേഷ്യം വന്നിട്ടാ. ചോദിക്കാൻ മറന്നു. നിന്നെ കയറി പിടിച്ചത് ആരാന്ന് സച്ചേട്ട് ചോദിച്ചില്ലേ? നീ ആരെയാ പറഞ്ഞേ? അത് നമ്മുടെ ഓഫീസിലെ MD. എടി ദ്രോഹി, ചതിച്ചോ? എടി ഇത്രക്ക് വേണ്ടായിരുന്നു. പിന്നെ എന്നെ കടിച്ചേക്കാൻ നിൽക്കുമ്പോ വായ തോന്നിയ പേര് ഞാനങ്ങ് പറഞ്ഞു. എന്നാലും പാവം, അങ്ങേർക്കൊന്നും വരുത്തല്ലേ. അങ്ങേർക്ക് എന്ത് വരാൻ? സച്ചു ആ ദേഷ്യത്തിൽ ചോദിച്ചതാ. അതൊക്കെ കുറച്ച് കഴിയുമ്പോ മറന്നോളൂ. ഇതെന്താ എല്ലാവരുടെയും ഫേസൊക്കെ ഒരുമാതിരി ഇരിക്കുന്നേ? അതെ, എന്താ വിഷമിച്ചിരിക്കണേ? അത് നമ്മുടെ ഇന്ത്യയെ ഏതോ ഒരുത്തം വന്ന് അറഞ്ചം പുറഞ്ചം തല്ലി കൈയൊക്കെ ഒടിച്ചു. ഓ ഗോഡ്, എടിയാനോ നിന്റെ സച്ചു പണി കൊടുത്തെന്ന് തോന്നുന്നു. നീ വെറുതെ പേടിപ്പിക്കാതെ. ഗുഡ് മോർണിംഗ് സാർ. വെരി ബാഡ് മോർണിംഗ്. സാറേ, ഇതെന്ത് പറ്റി ഈ വെട്ടും കുത്തും? ഞാൻ ത്രിശങ്കൂല കുട്ടികളെ. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാണ് ഈ തല്ല് മുഴുവൻ കൊണ്ടതെന്ന്. ഞാൻ രാവിലെ ജോഗിങ്ങിന് പോയതാ. ഒരു വളവിൽ വെച്ച് ഒരുത്തൻ എന്റെ മേലെ ചാടി വീണു. എന്റെ പെണ്ണിനെ തൊട്ടൊക്കെ നിനക്കിനി വേണ്ട എന്നൊക്കെ ബാഹുബലി സിനിമയിൽ പറയുന്ന പോലെ പറഞ്ഞ് അടിയോടടിയായിരുന്നു. ഞാനൊന്ന് പറയാൻ ശ്രമിച്ചിട്ട് അതും നടന്നില്ല. അടിയുടെ ആഘാതത്തിൽ കണ്ണിൽ മുഴുവൻ പൊന്നിച്ച് മാറുമായിരുന്നു. കുറെ വായിലും കയറി. അത് വലിയ കഷ്ടമായി പോയി. വേദന ഉണ്ടോ സാർ? ഉണ്ടോന്നോ? പല പീസായി എന്നെ പെറുക്കി എടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇതിന് വലുത് എനിക്കിനി വരാനില്ല. ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. അമ്മേ മഹാമായി. പാവം, നീ കാരണമല്ല. ആഹാ, ഇപ്പൊ ഞാനായോ? നീ ഇല്ലടി ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞു പിടിപ്പിച്ചത്. എന്താണ് മുഖത്തൊരു ഇളി? അല്ല, MD പറഞ്ഞ കേട്ടോ, എന്റെ പെണ്ണിനെ തല്ലിയ കൈ ഇനി വേണ്ടെന്ന്. എന്റെ പെണ്ണ് അച്ചു അങ്ങനെ പറഞ്ഞടി പാറു. അത് ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കൂടി പ്രൂവ് ആകണം. ഓ, അതിനി ഞാൻ പയറ്റാത്ത കാര്യങ്ങളില്ല. നീ പോവണം. നിന്റെ ആവനാഴിയിലെ അവസാനത്തെ അടവ് നീ എടുക്കണം. ഇനി എന്തടവാ? എനിക്ക് മതിയായി. ഞാൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോന്ന് ആലോചിക്കുക. അത് നല്ല ഐഡിയ. അങ്ങോട്ട് ചെന്നാലും മതി. താലപ്പൊലി എടുത്ത് സ്വീകരിക്കും ഒളിച്ചോടിപ്പോയ മകളെ. എന്നാലും എന്റെ അച്ഛനും അമ്മയല്ലേ, എനിക്കറിയാം. അവർക്ക് എന്നോട് അങ്ങനെ ഒന്നും പെരുമാറാൻ കഴിയൂല. നീ കണ്ടോ? ഞാൻ ഫോൺ വിളിക്കാൻ പോവാ. ഹലോ അമ്മേ. ആരോട് എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ? അമ്മേ, ഞാൻ നിങ്ങളുടെ മകളാണമ്മേ.
മകളോ? ഏത് മകൾ? എനിക്ക് അങ്ങനെ ഒരു മകളില്ല. വെച്ചിട്ട് പോടി. എന്റെ അമ്മ ഇത്ര ടെററായിരുന്നു. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ ആദ്യമേ പറഞ്ഞതല്ലേ. ആറു, ഇനിയിപ്പൊ എന്ത് ചെയ്യും? എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. നീ ആലോചിക്ക്, നിന്നെ കൊണ്ട് പറ്റും. നിന്റെ ഈ വൈക്കോൽ തലയിൽ എന്തെങ്കിലും മുളക്കാതിരിക്കില്ല. ഞാനൊന്ന് അവിടെ പോയി ഇളക്കിയിട്ട് വരാം. ഓ, ഇവിടെ ഒരു നുരുട്ടുമായിരുന്നു. പാവം എന്റെ എണ്ണി, ഈ കൈക്കാണല്ലോ പോയി തല വെച്ചത്. തുടങ്ങി കണ്ണുമണിക്ക് ഇയാൾക്ക് ഇത് മാത്രം അറിയുള്ളൂ. എക്സസൈസ് ചെയ്യുക? ഇല്ല, പപ്പടം വറുക്കുക. എന്തേ? വലിയ തമാശക്കാരൻ. ദേ, ഞാനിവിടെ മനസമാധാനത്തോടെ എക്സസൈസ് ചെയ്യുക. ഒന്ന് ശല്യപ്പെടുത്താതെ പോവാമോ? പിന്നെ അല്ല, ഇവിടെ വേറെ ആരുമില്ലേ? ഇല്ല, എങ്ങോട്ട് പോയി? ഹോസ്പിറ്റലിൽ. അയ്യവാ, ഞാനും സച്ചു ഒറ്റക്കോ? കീറി ഒന്ന് പീഡിപ്പിച്ചാലോ? വേണ്ട, ഒരു ഉമ്മ കൊടുക്കാം. കുറെ നാളായി ഞാൻ മിസ് ചെയ്തിരിക്കുക. ഇന്ന് ചുണ്ട് ഞാൻ മഴത്തുള്ളി കിളിക്കതിൽ കുതിര ഉമ്മിച്ച ചുണ്ട് പോലാക്കും. കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണ് എന്റെ മനസ്സൊന്ന് പൂത്തുലഞ്ഞത്. നിനക്കെന്താ വട്ടായോ? സ്വന്തം കെട്ടിയോനോ മകക്കുന്ന പെണ്ണുങ്ങളൊക്കെ വട്ടാണോ? നിങ്ങൾക്ക് ഇതെന്താ മനുഷ്യ? ഇറങ്ങിപ്പോടി. ഇനി നീ ഇവിടെ നിൽക്കണ്ട. നിന്നാ ചിലപ്പോ പറ, ചിലപ്പോ എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ് സച്ചു. നിന്നാ ചിലപ്പോ നീ എന്റെ കൈക്ക് പണിയുണ്ടാക്കും. ഓടി, ഇറങ്ങിപ്പോടി. എന്താണ് ഇവിടെ ഒരു കശപിശ? ഞങ്ങളില്ലാത്ത നേരത്ത് എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് സംഭവിക്കാൻ? സംഭവിച്ചു ഐശു, സംഭവിച്ചു. നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഒന്ന് പോടോ. ഇയാൾ എന്നെ കയറി കിസ് ചെയ്തു. നോ, ഇവളാ എന്നെ കയറി കിസ് ചെയ്തേ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇത് നല്ല തമാശയായിട്ടുണ്ടല്ലോ. ആര് ചെയ്താലും കിസ് നടന്നിട്ടുണ്ട്. അത് നിങ്ങളെ കണ്ടാലേ അറിയാം. അപ്പൊ സച്ചു, ഇനി എങ്ങനെ കാര്യങ്ങൾ? എന്ത് കാര്യങ്ങൾ? അല്ല, നിങ്ങളുടെ ഭാവി കാര്യങ്ങളെ. എന്റെ ഭാവി എങ്ങനെ വേണമെന്ന് എനിക്കറിയാം. ഇവളുടെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്നാ അവളോട് തന്നെ ചോദിക്കാം. എന്താണ് എനിക്ക് നിന്റെ ഫ്യൂച്ചർ പ്ലാൻ? വേറെന്ത്? എനിക്കിത് ഇങ്ങേരുടെ കൂടെ സ്നേഹിച്ച് ഇങ്ങേരുടെ 5 പിള്ളേരെയും പറ്റി അങ്ങനെ തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ. ഇത് നല്ല പാടും. തന്റെ പിള്ളേരെ പിറന്നത് എങ്ങനെ തോന്നിയാസാവോളൂ? കേട്ടോ സായിയേട്ടാ, ഒരാളിവിടെ എന്നോടൊന്നും ഇല്ലാത്ത പോലെ അഭിനയിച്ച് തകർക്കുക. അതെന്താ നിക? ക്ലിയർ ആയിട്ട് പറ. എന്റെ പെണ്ണിനെ തൊട്ട ഈ കൈ നിനക്കിനി വേണ്ട. പറയട്ടെ? നീ പോവാൻ നോക്ക്. ഏത് നേരവും ഇവിടെ വന്ന് കിടക്കുന്നു എന്തിനാ? നില്ല്. അവൾ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. നീ പറ.
അതേ, ഞങ്ങളുടെ ഓഫീസിലെ MD ICUല. ആലോചന അടിച്ചെന്നോ കൈതല്ലി ഒടിച്ചെന്നോ? സച്ചി, നീ? ഞാനോ? അവൾക്ക് ഭ്രാന്ത, വായി തോന്നുന്നത് വിളിച്ചു പറയുക. ഓ, ഞാൻ ചിലപ്പോ നുണ പറഞ്ഞതായിരിക്കാം. ബട്ട് CCTV നുണ പറയില്ലല്ലോ. നിങ്ങളുടെ ഈ തിരുമോന്ത അന്തസായിട്ട് ആ റോഡിന്റെ സൈഡിലെ കടയിലെ CCTVന്ന് ഞങ്ങൾ കണ്ടതാ. ഓഹോ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സച്ചി, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ട കണ്ട, ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട. ഡി. എന്നാലും എന്റെ സച്ചി, നിന്റെ ഈ കൈ 2 തവണ നീ ബ്ലീഡിങ് ആക്കിയതാ. ആ കൈ വെച്ചോണ്ട് നീ വീണ്ടും ഞാനൊന്നും. നീ ഇനി കിടന്നിടത്ത് കിടന്ന് ഉരുളണ്ട. നിനക്ക് ഇവളോട് അടങ്ങാത്ത ഇഷ്ടമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇവളോട് എന്റെ പട്ടി സ്നേഹിക്കുക. അതിന് തനിക്ക് പട്ടിയില്ലല്ലോടോ. ഞാൻ പട്ടിയെ വാങ്ങിച്ചു. അല്ലേലും നിന്നെയൊക്കെ സ്നേഹിക്കുന്ന നേരത്ത് വല്ല പട്ടിയെ സ്നേഹിക്കുന്നതാ നല്ലത്. ഇട്ടിട്ട് പോവില്ല. ഞാൻ ഇട്ടിട്ട് പോയതാ ഇപ്പൊ പ്രശ്നം. ഞാൻ തിരിച്ചു വന്നില്ലേ? ആ, തിരിച്ചു വരാൻ കാത്തിരിക്കുവായിരുന്നു ഞാൻ, നിന്നെ എടുത്തിന്റെ നെഞ്ചത്തോട്ട് വെക്കാൻ. എടുത്തു വെച്ചോ ആ നെഞ്ചത്തോട്ട്. എനിക്കിഷ്ടവാ. എന്താ? എനിക്കിഷ്ടവാന്ന്. അതെ, ഞങ്ങൾ ഇനി ഇവിടെ നിന്നാൽ ചിലപ്പോ ശരിയാവില്ല. നിങ്ങളായി നിങ്ങളുടെ പാടായി. വായിച്ചു. സീരിയസ് ആയിട്ടാ, അല്ലേ വേണ്ടാത്തത് പലതും കാണേണ്ടി വരും. ഹലോ മിസ്റ്റർ സച്ചി, എന്താ ഒന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാനില്ല, നീ ഒന്ന് പോയേ. അങ്ങനെ അങ്ങ് പോവല്ലേ. എന്നെ ആരോ കേട്ട് പിടിച്ചെന്ന് കേട്ടപ്പോ തന്നെ വാളും പരിചയമായി ഇറങ്ങിയല്ലോ അവനിട്ട് കൊടുക്കാൻ. അയ്യോ, നോക്കി പീഡിപ്പിക്കല്ലേ. തനിക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമാണ് നാട്ടുകാരൻ മൊത്തം അറിഞ്ഞു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാ നീ ഒന്ന് കേട്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. അയ്യോ, എന്ത് സത്യസന്ധമായ നുണ. എന്നാ നീ ഒന്ന് കേട്ടോ, എന്നെ ഒരുത്തം കയറി പിടിച്ചെന്ന് പറഞ്ഞത് വേറെ നുണയാ. നീ അപ്പൊ ഒന്നും പറഞ്ഞത് ശുദ്ധ നുണ. പാറുന്റെ മനസ്സിൽ വന്ന ഒരു ഐഡിയ അതങ്ങ് നിന്റെ ഈ നെഞ്ചില് കൊണ്ടു. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടി, നിന്നെയൊക്കെ ആ ചെറുക്കനെ ഞാൻ വെറുതെ. ആഹാ, അപ്പൊ ഉള്ളതാ അടിച്ചെന്ന് നിന്റെ വായിന്ന് തന്നെ വന്നത് കണ്ടോ? സച്ചു, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമായിന്നെ? നീ ഒന്ന് പോയേ. ഓല്ലടോ. ശകുന്തളേ, നീയാ? നീ ശൂർപ്പണയാ? ശൂർപ്പണക. അതെ, ശൂർപ്പണക. ഈ സച്ചുവിന്റെ ശൂർപ്പണക. ഹലോ, എങ്ങോട്ടാ? അല്ല, നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ? നമ്മളിങ്ങനെ അവിടെ ഇവിടെ കഴിയേണ്ടവരാണോ? തൽക്കാലം അങ്ങനെ കഴിഞ്ഞാൽ മതി. സ്ഥലം വിട്ടോ. ആ സ്ഥലം വിട. ഓ, പോവോ എന്റെ പൊന്നോ. ചേട്ടാ, ഞാൻ സായി സാറിന്റെ ഓഫീസിൽ നിന്നാ ഈ ഫയൽ ഇവിടെ ഏൽപ്പിക്കാൻ പറഞ്ഞു. നീ എവിടെയൊക്കെ നോക്കണേ? ഏയ്, ഞാൻ വെറുതെ. ഈ കുട്ടി സാറിന്റെ സിസ്റ്ററാണോ? ആണെങ്കിൽ അല്ല, എനിക്ക് ഒറ്റ നോട്ടത്തിൽ ഇഷ്ടായി. ഞാനാണെങ്കിൽ സ്പാർക്ക് അടിക്കുന്ന ഒരു പെൺകുട്ടി മാത്രമേ കല്യാണം കഴിക്കൂ എന്ന് വാശിയിലായിരുന്നു. ഇപ്പൊ അടിച്ചു. എന്തു? അല്ല, ഈ സ്പാർക്കേ. ഇനി നീ അധിക നേരം ഇവിടെ നിന്നാ നിന്നെ ഞാൻ അടിക്കും. അപ്പൊ നിന്റെ കണ്ണിൽ നിന്ന് ആ സ്പാർക്ക് അങ്ങ് തെറിച്ചു പോകും. അയ്യോ ചേട്ടാ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നെപ്പോലെ ഇത്രയും ഹാൻസമായ ഒരു ചെറുക്കനെ ഹസ്ബൻഡായി അനിയത്തികൾ കിട്ടാനല്ലേ ഏതൊരു ചേട്ടനും ആഗ്രഹിക്കൂ. ഹാൻസമാ നീയ? ഞാനും ഈ കുട്ടി നല്ല ചേർച്ചയാ, കണ്ടില്ലേ? കുട്ടി, എന്താ കുട്ടിയുടെ അഭിപ്രായം?
ഇനി നീ അധികം കിടന്ന് സംസാരിച്ചാൽ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും. എന്താണ് ചേട്ടാ, ആ കുട്ടിക്ക് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടോന്ന് മാത്രമല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. നിന്റെ കണ്ണിൽ എന്താടാ മത്തങ്ങയാ? അവളുടെ കഴുത്തി കിടക്കുന്നത് താലിമാല നീ കണ്ടില്ലേ? അയ്യോ, കല്യാണം കഴിഞ്ഞതാണോ? ശരി, ഞാൻ കുറച്ച് വൈകിപ്പോയി സിസ്റ്റർ. ആ വൈകിയത് നന്നായി, ഇല്ല ഞാൻ ചവിട്ടി കൂട്ടിയേനെ. എന്തായാലും സിസ്റ്ററിന്റെ ഹസ്ബൻഡ് ലക്കിയാ. ആരാണ് ആ ഭാഗ്യവൻ? ഞാനാ. എന്താ, വല്ലതും പറയാനുണ്ടോ? അയ്യോ സോറി സാർ. എന്നാ ഞാനങ്ങോട്ട്. എന്തോ അടി വിളിച്ചോണ്ട് നിൽക്കുന്നത്? വീട്ടിൽ പോയി. ഓ ശരി ഭാഗ്യവാനെ, പോട്ടെ, നാളെ കാണാം.